ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1857 റിവോൾട്ടിനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ റിസൾട്ടുകളെക്കുറിച്ചും അതിനെ പറ്റിയിട്ട് ചരിത്രകാരന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തു. നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു സമയത്ത് നടന്ന സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ചുകൊണ്ടാണ്, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം കേരള നവോത്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ചരിത്ര ഭാഗത്ത് നിന്നും ആ ഒരു മേഖലയിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്തേ പോകാവൂ, PSC പരീക്ഷയ്ക്ക് പഠിച്ചേ പോകാവൂ. അപ്പോൾ ആ ഒരു ഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ആശയം വന്നു, നവോത്ഥാനം അല്ലെങ്കിൽ റിഫോർമേഷൻ എന്തുകൊണ്ട് ആവശ്യമായി വന്നു എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന് കാസ്റ്റിസമാണ്, ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ജാതീയത എന്നൊക്കെ പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവിഷൻസ്, വേർതിരിവുകൾ പോലത്തെ കാര്യങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, കാസ്റ്റിസം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവ വിവാഹം അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് എന്ന് പറയും. നമുക്കറിയാം ആ കാലത്ത് എന്ത് ചെയ്തിരുന്നു, പെൺകുട്ടികളെ വളരെ ചെറിയ ഏജിൽ തന്നെ എന്ത് ചെയ്തിരുന്നു, കല്യാണം കഴിപ്പിച്ചു വിട്ടിരുന്നു. അപ്പോൾ അതും എന്താക്കി, ഈ നവോത്ഥാനത്തിനുള്ള ഒരു മെയിൻ കാരണമായിട്ട് മാറി. അതുപോലെ തന്നെ സതി എന്ന് പറയുന്നത്, സതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി സ്വയം മരിക്കുന്ന ഒരു ആചാരം, അതായിരുന്നു സതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ആചാരങ്ങളാണ് എന്ത് ഇതിലേക്ക് എത്തിച്ചത്, ഇങ്ങനെ ഒരു നവോത്ഥാനം നമുക്ക് ആവശ്യമാണ് എന്ന് ചിന്തിക്കാൻ ചില നവോത്ഥാന നായകന്മാരെ പ്രേരിപ്പിച്ചത്. എന്തൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന് കാസ്റ്റിസം, രണ്ടാമത്തെ എന്ന് പറയുന്നത് ചൈൽഡ് മാരേജ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സതി. ഈ സതി പിന്നീട് ആര് എബോളിഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. വില്യം ബെൻഡിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോട് കൂടിയിട്ട് രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എബോളിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ടൈം ലൈൻ എന്നുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചരിത്രം പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണാപ്പാടം പഠിക്കുന്നതിനേക്കാളും ഇതിനൊരു ടൈം ലൈൻ ആയിട്ട് ഒരു കഥ പോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും പഠിച്ചത് ഓർമ്മിക്കാനും പരീക്ഷയ്ക്ക് എഴുതാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1774 മുതൽ 833 വരെ. അങ്ങനെ മരിച്ച വർഷം അല്ലെങ്കിൽ ജനിച്ച വർഷമൊന്നും എക്സാക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ടൈം ലൈൻ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ റൈൻസസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ, ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്നെയാണ് നമ്മളുടെ രാജാറാം മോഹൻ റോയ് തന്നെ ആണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബ്രിട്ടീഷേഴ്സിൻ്റെ എല്ലാ ആശയങ്ങളെയും എന്ത് ചെയ്തിരുന്നില്ല, ഇദ്ദേഹം എതിർത്തിരുന്നില്ല. അദ്ദേഹം ഒരു ഹെൽത്തി സിന്തസിസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അതായത് ബ്രിട്ടീഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ബ്രിട്ടീഷിൻ്റെ ഭരണമാണെന്നുണ്ടെങ്കിലും അവരിലും കുറേ നല്ല ആശയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇന്ത്യൻ റെയിൽവേ പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നാലും ബ്രിട്ടീഷേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ, അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോലത്തെ ഒരുപാട് നല്ല ആശയങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവയിൽ പലതും നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള നല്ല ആശയങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാം എന്ന് വാദിച്ച ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡ് ഫോർ ദ ഹെൽത്തി സിന്തസിസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ബ്രിട്ടീഷിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന ഇന്ത്യ ആ രാജ്യം. അപ്പോൾ ഇന്ത്യയിലെ നല്ല ആശയങ്ങളെയും ബ്രിട്ടീഷേഴ്സിൻ്റെ നല്ല ആശയങ്ങളെയും ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാം, അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം മോണോ എത്തിസം പ്രീച്ച് ചെയ്ത ആളായിരുന്നു, മോണോ എത്തിസത്തിനെ പ്രൊമോട്ട് ചെയ്ത ആളായിരുന്നു രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ കാരണം സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. രാജാറാം മോഹൻ റോയിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ചില ഓർഗനൈസേഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആത്മീയ സഭയാണ്. 1815 എന്ത് സ്ഥാപിക്കുന്നത്, ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് 1857 റിവോൾട്ടിലായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ കുറച്ച് ഭാഗം പുറകോട്ട് പോവുകയാണ്. 1815 ആര് ആത്മീയ സഭ എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു, രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, സോഷ്യൽ ഈവിൾസിനെ, സൊസൈറ്റിയിലെ, അതായത് സമൂഹത്തിലെ ദുരാചാരങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. ആത്മീയ സഭ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് 1828 ബ്രഹ്മസഭ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. ഈ ബ്രഹ്മസഭയാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ബ്രഹ്മസമാജായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്, ലേറ്റർ റീനെയിംഡ് ആസ് ബ്രഹ്മസമാജ്. എന്തിനാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്, ടു പ്യൂരിഫൈ ഹിന്ദുയിസത്തിലുള്ള ചില ആചാരങ്ങളെ, അതൊക്കെ ഒന്ന് ചില ദുരാചാരങ്ങളെ ഒഴിവാക്കി ആ ഒരു റിലീജിയനെ ഒന്നും കൂടെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു ലൈഫ് ആ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ബ്രഹ്മസമാജ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു റെലവൻസ്, ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ് ഫസ്റ്റ് റിഫോം മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ വെസ്റ്റേൺ ഐഡിയാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബ്രിട്ടീഷേഴ്സിനെ ഒന്നാകെ എതിർക്കുകയല്ല, അവരിലെ ചില നല്ല ഐഡിയാസിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ആരെന്ന് പറയുന്നത്,
രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അവരുടെ നല്ല ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ രാജ്യത്തിനെയും നമ്മുടെ രാജ്യത്തെ റീജിയൻസിനെയും ഒന്ന് റിഫോർമേഷൻ നടത്താമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്. ഇനി ഇദ്ദേഹം ചില ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഈ 2 ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു, ഇതുപോലെ തന്നെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതിൽ ഒരു കോളേജ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടത് 1817 അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു കോളേജാണ്. അതുപോലെ തന്നെ വേദാന്ത കോളേജാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഒരു പ്രാവശ്യം SSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൽക്കട്ടയിലാണ് ഈ കോളേജ് ഉള്ളത്. വേദാന്ത കോളേജ്, കൽക്കട്ട, 1825. വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക, സ്ഥലം നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്നും പഠിച്ചു വെക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സതി എന്ത് ചെയ്യാൻ സാധിച്ചു, അബോളിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. സതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ചൈൽഡ് മാരേജ് നടക്കുന്ന സമയമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, കല്യാണം കഴിക്കുന്നത്. അപ്പോൾ വളരെ പ്രായമായിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവരെ വളരെ പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ചെറിയ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ മരണത്തോട് കൂടിയിട്ട് ഭർത്താവില്ലാത്തൊരു സ്ത്രീയായിട്ട് മാറുകയും അവരെ എന്ത് ചെയ്യുകയാണ്, നിർബന്ധപൂർവ്വം ഈ സതി അനുഷ്ഠിക്കാനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആത്മാഹുതി ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. മലയാളത്തിൽ ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, സ്വയം ആ ചിതയിലേക്ക് ചാടി മരിക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വയം അങ്ങനെ ഒരു മരണം സ്വീകരിക്കുക. അപ്പോൾ ആ ഒരു ആചാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, സതി എന്ന് പറയുന്നത്. അത് എബോളിഷ് ചെയ്യാൻ ആർക്ക് സാധിച്ചു, രാജാറാം മോഹൻ റോയ്ക്ക് സാധിച്ചു. അതിന് മെയിനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നത് ലോർഡ് വില്യം ബെൻറ്റിക് ആണ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇത് എബോളിഷ് ചെയ്തത് എന്നുള്ളത് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1829 എന്ത് ചെയ്യുന്നത്, സതി എബോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ ലൈനിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. സതി എബോളിഷ് ചെയ്യാൻ മെയിനായിട്ട് മുൻകൈ എടുത്ത നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. അതിന് അദ്ദേഹത്തിനെ സഹായിച്ചത് ലോർഡ് വില്യം ബെൻറ്റിക്. അത് നിരോധിച്ച വർഷം, സതി നിരോധിച്ച വർഷം 1829. ഒറ്റ ലൈനിൽ 3 ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇദ്ദേഹം മരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു 1833 ബ്രിസ്റ്റോളിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ 1828 ഫോം ചെയ്ത ബ്രഹ്മസമാജം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആദി ബ്രഹ്മസമാജ് എന്നും ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ 2ആയിട്ടാണ് എന്താവുന്നത്, സ്പ്ലിറ്റ് ആവുന്നത്. ഈ ആദി ബ്രഹ്മസമാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യനെ ലീഡ് ചെയ്യുന്നത് കേശവചന്ദ്ര സെൻ ആണ്. ഇതുകൂടാതെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിൽ നിന്നൊരു സ്പ്ലിറ്റ് ഉണ്ടായിട്ട് സാധാരണ ബ്രഹ്മസമാജ് പറഞ്ഞിട്ട് മറ്റൊരു ഓർഗനൈസേഷനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണശേഷം ബ്രഹ്മസമാജ് സ്പ്ലിറ്റ് ആയി എന്നും, മെയിനായിട്ട് 2ആയിട്ടാണ് സ്പ്ലിറ്റ് ആയത്. ആദ്യ ബ്രഹ്മസമാജ് എന്നും ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് രാജാറാം മോഹൻ റോയെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളും ചില ജേണലുകളും ഉണ്ട്. ഇതിൽ ഈ ഒരു എഡിറ്റർ ഓഫ് മിറാട്ടുൽ അക്ബർ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സംവാദ് കൗമുദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണലും അതുപോലെ തന്നെ മിറാട്ടുൽ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേർഷ്യൻ പബ്ലിക്കേഷനും എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം എഡിറ്റർ ആയിരുന്നു. അപ്പോൾ ഈ മിറാട്ടുൽ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള പേർഷ്യൻ പബ്ലിക്കേഷൻ എഡിറ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പബ്ലിക്കേഷനാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളുണ്ട്. അതിൽ 2 പുസ്തകങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഒന്ന് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ ഗിഫ്റ്റ് ടു മോണോ എത്തിസ്റ്റ് എന്ന് പറയും. നമുക്കറിയാം ഇദ്ദേഹം മോണോ എത്തിസം പ്രീച്ച് ചെയ്ത ആളാണ്. അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഗിഫ്റ്റ് ടു മോണോ എത്തിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേദങ്ങളെയും ഉപനിഷത്തുകളെയും നമ്മൾക്കറിയാം, നമ്മൾ പ്രാചീന ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വേദാസ് ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്. സാമവേദ, ഋഗ്വേദ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വേദങ്ങളെ അതുപോലെ തന്നെ ഉപനിഷത്തുകളെ ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത് ആരായിരുന്നു, രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ തന്നെ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നതിനോടൊപ്പം ബ്രിട്ടീഷിലത്തെ വെസ്റ്റിലത്തെ ചില നല്ല ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരു ജീവിതം, ഒരു ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു നവോത്ഥാനമാണ് ഇന്ത്യക്ക് ആവശ്യം എന്ന് അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സതിയൊക്കെ എബോളിഷ് ചെയ്ത ആളായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മളുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി രണ്ടാമത് നമ്മൾ പോകുന്നത് യങ് ബംഗാൾ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യങ് ബംഗാൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില PSC SSC പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. PSCയിൽ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ, എന്നാൽ SSC എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ ലീഡർഷിപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നായിരുന്നു. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അതിൽ നിന്നുള്ള ആശയങ്ങളായിട്ടുള്ള ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി, ഈ 3 ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് യങ് ബംഗാൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫോളോവേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡെറോസിയൻസ് എന്ന് പറയുന്നത്. പേര് ഓർത്ത് വയ്ക്കാൻ സുഖമാണ്. ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് ആ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. എന്ത് മൂവ്മെൻ്റ് ആയിരുന്നു, യങ് ബംഗാൾ മൂവ്മെൻറ്റ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തികളെ വിളിച്ചിരുന്ന പേരാണ് ഡെറോസിയൻസ് എന്ന് പറയുന്നത്.
ഇനി ഇതിൽ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ഇദ്ദേഹം മരിക്കുകയാണ് 1831 ഇദ്ദേഹം കോളറ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 2 പോയിന്റ്സ് മെയിനായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥനാ സമാജ് ഫോം ചെയ്യുന്നത് ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ഫോം ചെയ്ത വർഷം 1867. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വർഷങ്ങളൊന്ന് ഓർത്ത് വെക്കണം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഏത് പറഞ്ഞു, നമ്മൾ രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്നിട്ടുള്ള ബ്രഹ്മസമാജ് പറഞ്ഞിരുന്നു. ഏത് വർഷമായിരുന്നു? 1828 എന്നാൽ ഇവിടെ നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ സമാജ് വരുന്നത് 1867. അവിടുന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഫോം ചെയ്യുന്നത്. ഫോം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് ആയിരുന്നു. അതിലെ മെയിനായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് MG റണാഡെ അതുപോലെ തന്നെ RG ഭണ്ഡാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആളുകളായിരുന്നു അതെന്ത് ചെയ്യുന്നത്, അതിൽ ഫോം ചെയ്തിരുന്നത്, മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? എ റീഫോം മൂവ്മെന്റ് വിത്തിൻ ദ ഹിന്ദുസം ദാറ്റ് ഫോട്ട് എഗെയിൻസ്റ്റ് ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് ആൻഡ് പോളിയത്തിസം. ബ്രാഹ്മണിസത്തിനെതിരെ, അതായത് ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെയും അതുപോലെ തന്നെ പോളിയത്തിസത്തിനെതിരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്, പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. പ്രാർത്ഥനാ സമാജ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി, അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആത്മാറാം പാണ്ഡുരംഗ് ആണ്. കൊണ്ടുവന്ന വർഷം 1867. കൊണ്ടുവരാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിലെ ചില ദുരാചാരങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ പോളിയത്തിസത്തിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ ഒരു പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു 3 ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെ രാമകൃഷ്ണ പരമഹംസൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില നവോത്ഥാന നായകന്മാരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യ ചരിത്രം എന്ത് ചെയ്യുകയാണ്, ഈ ഒരു രീതിയിൽ പഠിച്ചു പോകും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കാണുക. ഈ ക്ലാസ്സുകളുടെ എല്ലാ നോട്ടുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി റിവിഷൻ ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.